10ാം ക്ലാസ്സിലെ ജോഗ്രഫി സബ്ജക്റ്റ് അത് നമുക്കറിയാം സോഷ്യൽ സയൻസിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. 40 മാർക്കിനാണ് ഈ സബ്ജക്റ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പം പലർക്കും നമ്മുടെ പാഠഭാഗം മാറിയതിന് ശേഷം ജോഗ്രഫി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ജോഗ്രഫിക്കൊക്കെ ഒരുപാട് കണ്ടൻറ്റുകൾ കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് പുതിയ സിലബസിൽ, അതായത് പുതിയ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ വർഷം മുതലുള്ള സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ സിലബസ് നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് തന്നെ മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും പാർട്ടായിട്ട് കൊണ്ട് നിങ്ങളുടെ പാഠഭാഗങ്ങൾ വിശദീകരിക്കുക എന്നതാണ് ഈ വീഡിയോ ലെക്ചർ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററുകളും ഇതുപോലെ തന്നെ വിശദീകരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾക്ക് 5 പാഠങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അതിലൊന്നാമത്തെ പാഠം ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, രണ്ടാമത്തെ പാഠം കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും, മൂന്നാമത്തെ പാഠം മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്, നാലാമത്തേത് ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന പാഠമാണ്, അഞ്ചാമത്തേത് പണവും സമ്പദ് വ്യവസ്ഥയും. അപ്പം ഈ വീഡിയോയിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന പാഠത്തിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നതാണ്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിനും പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ മലയാളം മീഡിയത്തിൻ്റെ മറ്റ് പാർട്ടുകളായിട്ടും ഇത് ഓരോ പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് ചിത്രങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്യുന്ന ഒരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. മേഘങ്ങൾ, അതുപോലെ തന്നെ മഞ്ഞ് മൂടിയിട്ടുള്ളത്, കാറ്റുകൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു പോകാം. നിങ്ങളുടെ പ്രദേശത്തെ നിലവിലെ അന്തരീക്ഷ സ്ഥിതി നിരീക്ഷിക്കൂ. വെയിൽ, മഴ, മഞ്ഞ്, ചൂട്, തണുപ്പ്, കാറ്റ്, മേഘം തുടങ്ങി നമുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥകൾ അന്തരീക്ഷത്തിൽ സ്ഥായിയാണോ? ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിന് അനുസൃതമായുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ. അതിനാൽ ഈ ഘടകങ്ങളെ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ ഓരോ പ്രദേശം എടുത്തു കഴിഞ്ഞാലും ഭൂമിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളാണുള്ളത്, അല്ലേ? എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയല്ല ഭൂമിയിലെ. അപ്പം ഭൂമിയിലെ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വ്യത്യസ്ത അളവിലാണ് ലഭിക്കുന്നത്. കനത്ത ചൂട് ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ തീരെ സൂര്യപ്രകാശവും അതുപോലെ തന്നെ താപനിലയും എത്താത്ത സ്ഥലങ്ങളുണ്ട്. ചില സമയങ്ങളിൽ കൂടുതൽ താപനില എത്തുന്ന സ്ഥലങ്ങളുണ്ട്, ചില സമയങ്ങളിൽ തീരെ താപനില എത്താതെ ഇരിക്കുന്ന, എന്നാൽ ചില സ്ഥലങ്ങളിൽ മിതമായിട്ട് കിട്ടുന്ന താപനില കിട്ടുന്ന, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത അളവിൽ താപനിലയും സൂര്യൻ്റെ പ്രകാശവും ഒക്കെ കിട്ടാറുണ്ട്. അപ്പം ഓരോ പ്രദേശത്തും ഏത് അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഓരോരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലയും അതുപോലത്തെ അവിടുത്തെ മർദ്ദവും അവിടുത്തെ കാറ്റും അവിടുത്തെ ആർദ്രതയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഭൂമിയിലെ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിനനുസൃതമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള താപനിലയും മർദ്ദവും കാറ്റും ആർദ്രതയും ഒക്കെയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഘടകങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവിടെ രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തെ അന്തരീക്ഷ അവസ്ഥ എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? അവിടെ ലഭിക്കുന്ന താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത ഇങ്ങനെയുള്ള ഘടകങ്ങളെ അനുസൃതമായിട്ടായിരിക്കും. ഈ ഘടകങ്ങൾ എങ്ങനെയാണ്? അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഘടകങ്ങൾ
കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകളെന്ന് പറയുന്നത്. അതിനാൽ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ഘടകങ്ങൾ. ആ ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ. അപ്പോൾ ഒരു സ്ഥലത്തെ താപനിലയ, ഒരു സ്ഥലത്തെ മർദ്ദം, ഒരു സ്ഥലത്തെ കാറ്റ്, ഒരു സ്ഥലത്തെ ആർദ്രത, ഈ ഘടകങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവിടെ രൂപം കൊള്ളുന്ന അന്തരീക്ഷാവസ്ഥകൾ. അവിടുത്തെ ചൂട് കൂടുതലെന്നോ അവിടുത്തെ മർദ്ദം കൂടുതലെന്നോ ഒക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ഇന്നത്തെ താപനിലയും ഒക്കെ ഈ പറയുന്ന ഘടകങ്ങൾക്ക് അനുസൃതമായാണ്. അതുകൊണ്ടാണ് ഈ ഘടകങ്ങളെ നമ്മൾ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ, ഏതൊക്കെയാണ് ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതാണ്. ഇനി നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച 2 വാക്കുകളുണ്ട്. ഒന്ന് വെതർ, മറ്റൊന്ന് ക്ലൈമറ്റ്. ഞാൻ മനഃപൂർവ്വമാണ് ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വെതറിൻ്റെയും അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെയും വ്യത്യാസം എന്താണെന്ന് നോക്കാം. മലയാളത്തിൽ നമ്മൾ വെതറിനെ നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് പറയാറുള്ളത്. ക്ലൈമറ്റിനെ നമ്മൾ കാലാവസ്ഥ എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറി ശരിയായ അർത്ഥം അറിയാതെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഇത് രണ്ടും 2 അർത്ഥങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആദ്യം നമുക്ക് ദിനാന്തരീക്ഷ സ്ഥിതി എന്താണെന്ന് നോക്കാം. പിന്നീട് നമുക്ക് കാലാവസ്ഥ എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഒരു നിശ്ചിത പ്രദേശത്ത് കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. നോക്കൂ, ഹ്രസ്വകാലയളവാണ്. ഹ്രസ്വകാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇനി ഹ്രസ്വകാലയളവ് നോക്കും അറിയാത്ത ആൾക്കാർ ചെറിയ കാലയളവ് എന്ന് ആലോചിച്ച് വെക്കുക. ചെറിയ കാലയളവ്. ഓക്കെ, അപ്പോൾ ഒരു പ്രദേശത്തെ ഒരു ചെറിയ കാലയളവിൽ, വളരെ ചെറിയൊരു കാലയളവിൽ അവിടെ അനുഭവപ്പെടുന്ന താപനില എന്താണ്, അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ്, അവിടെ വീശുന്ന കാറ്റുകൾ എങ്ങനെയാണ്, അവിടുത്തെ ആർദ്രത എങ്ങനെയാണ്, അവിടുത്തെ വർഷണം എന്ന് പറഞ്ഞാൽ എന്താ? വർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെയ്യുന്ന മഞ്ഞ് പെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മഴ പെയ്യുക, ഇതൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കാലയളവിൽ അവിടെ അനുഭവപ്പെടുന്നത്. അതായത് ഇന്നത്തെ ദിനാന്തരീക്ഷ സ്ഥിതി, അതായത് ഇന്നത്തെ താപനില എത്രയാണ്, ഇന്ന് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ആർദ്രത എത്രയാണ്, ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മർദ്ദം എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്തെ താപനില എത്രയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു കാലയളവിലെ, ഒരു ഹ്രസ്വ കാലയളവിലെ അന്തരീക്ഷ സ്ഥിതി എന്താണെന്ന് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയാം. എന്നാൽ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അപ്പം ദിനാന്തരീക്ഷ സ്ഥിതിയിൽ നിന്ന് കാലാവസ്ഥ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ദിനാന്തരീക്ഷ സ്ഥിതി ഒരു ഹ്രസ്വ കാലയളവിലാണെങ്കിൽ, ചെറിയ കാലയളവിലാണെങ്കിൽ, കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ദീർഘകാലയളവിലാണ്. അതായത് ഏകദേശം 35 മുതൽ 40 വർഷത്തെ ഒരു കാലം എടുത്തു നോക്കുമ്പോൾ ഓരോ മാസങ്ങൾ വരുമ്പോൾ അവിടെ ഏതാണ് കാലാവസ്ഥ? അവിടെ ചൂടാണോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പറയുകയാണെങ്കിൽ മാർച്ച് മുതൽ ജൂൺ വരെ ഇന്ത്യയിൽ ചൂട് കാലമാണ്. അതായത് മാർച്ചിനും അതുപോലെ തന്നെ ജൂണിനും ഇടയിലുള്ള ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചൂട് കാലമാണ്, വേനൽക്കാലമാണ്. ഇനി അല്ലെങ്കിൽ ഡിസംബർ മുതൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തോട് വരെയുള്ള ഇന്ത്യയുടെ 40 വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ സ്ഥിരമായിട്ട് ഈ മാസക്കാലയളവിൽ എന്താണ് കാണപ്പെടാറുള്ളത്? ഇന്ത്യയിലെ തണുപ്പ്, അതായത് ശൈത്യകാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ ദീർഘകാലം ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വിശാല ഭൂപ്രദേശത്ത്, നമ്മൾ നേരത്തെ ഒരു ദിനാന്തരീക്ഷ സ്ഥിതി പറയുമ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ചെറിയൊരു പ്രദേശത്തെ വെച്ച് പറഞ്ഞല്ലോ. എന്നാൽ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ കുറച്ചും കൂടി വിശാലമായ ഒരു ഭൂപ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയാറുള്ളത്. അത് ദീർഘകാലയളവിൽ അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരി. അതായത്
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഓരോ ദിവസത്തെയും താപനിലയല്ല നോക്കുന്നത്, ഓരോ ദിവസത്തെയും ആർദ്രതയല്ല നോക്കുന്നത്, ഓരോ ദിവസത്തെയും വർഷണം അല്ലെങ്കിൽ അവിടെ ഓരോ ദിവസത്തെയും അവിടുത്തെ കാറ്റുകൾ, അന്തരീക്ഷ മർദ്ദം ഒന്നുമല്ല നോക്കുന്നത്. അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഒരു ദിവസം ഇപ്പം 37°C ആണെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ 34°C ആയിരിക്കാം, ചിലപ്പം അതിന് ശേഷമുള്ളൊരു ദിവസം 38°C ആയിരിക്കാം. ഇത് തന്നെ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കാം. അങ്ങനെ നോക്കുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി. എന്നാൽ ചൂട് തന്നെയാണ്, അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ എന്നാൽ ഒരു ശരാശരി നോക്കുമ്പോൾ, മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ന ഒരു പീരീഡിൽ ഇന്ന ഒരു സമയത്ത് അവിടെ എന്ത് കാലമാണുള്ളത്, എന്ത് ദിനാന്തരീക്ഷ സ്ഥിതിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, പ്രബലമായിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാർച്ച് മുതൽ ഒരു ജൂൺ മാസം വരെ ഇന്ത്യയിൽ ചൂട് കാലമാണ്. അത് ചൂട് ഓരോ ദിവസം ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ശരാശരി എന്താണ്, ചൂട് കൂടുതലാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ചിലപ്പം മഴയാണെന്നുണ്ടെങ്കിൽ അവിടെ മഴക്കാലം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്ന ദിനാവസ്ഥ എടുത്തു നോക്കിയിട്ട് അതിൻ്റെ ശരാശരി വെച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ കാലാവസ്ഥ പറയുക. അപ്പം ഏകദേശം 35 മുതൽ 40 വർഷക്കാലത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് ചെറിയ പ്രദേശത്താണ്, ഹ്രസ്വ കാലയളവാണ്. എന്നാൽ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശാല പ്രദേശമാണ്, ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്നതാണ്. പിന്നെ മാത്രമല്ല ദിനാവസ്ഥകളുടെ ശരാശരിയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഈ ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരി നോക്കിയിട്ട് നമ്മൾ കാലാവസ്ഥ നിർണ്ണയിക്കുമ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ അതത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിർണായകമാണ്. നമ്മുടെയൊക്കെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെയൊക്കെ ആഹാരക്രമമാണെങ്കിലും വസ്ത്രധാരണയാണെങ്കിലും, ഞാനിവിടെ വായിക്കുന്നതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോ പ്രദേശത്തെയും ആഹാരക്രമം, വസ്ത്രധാരണം, ഭവന നിർമ്മാണം, തൊഴിൽ തുടങ്ങിയവയിൽ മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർണ്ണവർഗ വൈവിധ്യങ്ങളിലും കാലാവസ്ഥാ ഘടകങ്ങളുടെ സ്വാധീനം പ്രകടമാണ്. ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തി മുഖ്യമായും കാലാവസ്ഥയ്ക്ക് അനുസൃതമായാണ്. ലോകചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിയ ആദ്യകാല സമുദ്രസഞ്ചാരങ്ങൾ മുതൽ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ ദിനാവസ്ഥാ സ്ഥിതിവിവരങ്ങളെ ആശ്രയിക്കുന്നു. അപ്പം നോക്കൂ, ദിനാവസ്ഥ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്ഥലത്തും ആഹാരം. ഇപ്പോൾ നമ്മളൊക്കെ കേരളത്തിലുള്ള ആളുകൾ നെല്ല്, അരി ആഹാരം കഴിക്കുന്നു. എന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ അവിടെ ഗോതമ്പ്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഗോതമ്പ്, ബാർലി പോലത്തെ കാര്യങ്ങൾ കഴിക്കുന്നു. നമ്മുടെയൊക്കെ വസ്ത്രധാരണം നോക്കൂ, എന്നാൽ രാജസ്ഥാനിലെയും ഒക്കെ ആളുകളുടെ വസ്ത്രധാരണം നോക്കൂ. ഓക്കെ, ഇത് പിന്നെ നമ്മുടെയൊക്കെ വീടിൻ്റെ ഒരു സ്റ്റൈല്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ തൊഴിൽ, അല്ലേ, ഇതൊക്കെ രൂപപ്പെടുന്നത് കാലാവസ്ഥയ്ക്കനുസൃതമായിട്ടോ. ഏത് കാലാവസ്ഥയാണോ ഒരു നാട്ടിൽ പ്രബലമായിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള ആഹാര രീതികളും അതനുസരിച്ചുള്ള വസ്ത്രധാരണ രീതികളും അതനുസരിച്ചുള്ള ഭവന നിർമ്മാണവും അതിനനുസൃതമായിട്ടുള്ള തൊഴിലും ഒക്കെയാണ് രൂപപ്പെട്ടു വരിക. പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മുടെയൊക്കെ ഒരു ടൈപ്പ്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബലവും നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പാകപ്പെടലുമൊക്കെ കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് രൂപം കൊണ്ട് വരുന്നതെന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വർണ്ണവർഗ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അല്ലേ. ഇപ്പോൾ ആഫ്രിക്കയിലെ ആളുകളുടെ പോലെയല്ല നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പം അതിൽ വ്യത്യാസമുണ്ട്, അല്ലേ. അല്ലെങ്കിൽ യൂറോപ്പിലെ ആൾക്കാർക്ക് തൊലി വെളുത്ത നിറമാണ്, കാര്യം അവിടെ സൂര്യപ്രകാശം ലഭിക്കുന്നത് കുറവാണ്, അപ്പം മെലാനിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആളുകളെ പൊതുവേ ബ്ലാക്ക്സ് എന്ന് പറയാറുണ്ട്, കറുത്ത വർഗ്ഗക്കാരെന്ന് നമ്മളെ വിശേഷിപ്പിക്കാറുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്ന, ചൂട് കൂടുതൽ ലഭിക്കുന്ന, മെലാനിൻ്റെ അളവ് കൂടിയ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിലൊക്കെ വർണ്ണവർഗ വൈവിധ്യങ്ങൾ രൂപം കൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കാർഷിക വൃത്തി, ഓരോ നാട്ടിലും എന്ത് ടൈപ്പ് കൃഷിയാണ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ ആധുനിക ഗതാഗത വാർത്താവിനിമയങ്ങൾ, സമുദ്ര സഞ്ചാരങ്ങൾ, ഇങ്ങനെ പല ഘടകങ്ങളും അവിടുത്തെ ആ നാട്ടിലെ കാലാവസ്ഥയ്ക്ക്, ദിനാന്തരീക്ഷാവസ്ഥകൾക്കും അനുസൃതമായാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിനൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു കാലാവസ്ഥ എങ്ങനെയാണ് നമ്മുടെയൊക്കെ മനുഷ്യജീവിതത്തെ
സ്വാധീനിക്കുന്നതെന്നുള്ള ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഭൂമുഖത്തെ സകല മനുഷ്യ പ്രവർത്തനങ്ങളെയും ദിനാവസ്ഥയും കാലാവസ്ഥയും സ്വാധീനിക്കുന്നു എന്നതിനാൽ മേൽ സൂചിപ്പിച്ച പ്രധാന ദിനാവസ്ഥാ ഘടകങ്ങളെ അഥവാ കാലാവസ്ഥാ ഘടകങ്ങളെ വിശദമായി പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്ത് പരിശോധിക്കാമെന്നാണ് പറയുന്നത്? ഓരോ കാലാവസ്ഥാ ഘടകങ്ങളെയും നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. അതിനു മുൻപ് ഇവിടെ ചെറിയൊരു ബോക്സിൽ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്ന് കാണാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്, ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഏജൻസിയാണ് ഈ പറയുന്ന ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്ന് പറയുന്നത്. IMDയുടെ ആസ്ഥാനം ഡൽഹിയാണ്. കൂടാതെ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊരു എക്സ്ട്രാ നോളജായിട്ട് നോക്കുക. ഇന്ത്യയിലെ കാലാവസ്ഥയൊക്കെ നമ്മൾ പറയാറില്ലേ, ഇന്ന് മഴ പെയ്യാനും അതുപോലെ തന്നെ ഇത്ര ഇതിൽ കാറ്റ് വീശാനും ഒക്കെ സാധ്യതയുണ്ടെന്നും നമുക്ക് പല അലേർട്ടുകൾ, റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഗ്രീൻ അലേർട്ടൊക്കെ പ്രഖ്യാപിക്കാറില്ലേ. ഇതൊക്കെ നമ്മുടെ ഭൗമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്, ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവർക്ക് പല ഏജൻസികളുണ്ട്, പല എന്താ പറയുക, റിസർച്ച് സ്റ്റേഷനുകളുണ്ട്. നമ്മുടെ ഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അന്റാർട്ടിക്കയിലും ഒക്കെ അടക്കം ഇന്ത്യക്ക് 100 കണക്കിന് റിസർച്ച് സ്റ്റേഷനുകളുണ്ട്. ഉപഗ്രഹങ്ങളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട്, പല ഉപകരണങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് എന്ത് ചെയ്യാറുള്ളത്, ഈ കാലാവസ്ഥ പ്രവചിക്കാറുള്ളത്. അതൊരു എക്സ്ട്രാ റീഡിംഗ് എന്ന നിലയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഓരോരോ എന്താ പറയുക, കാലാവസ്ഥാ ഘടകങ്ങളെ പരിശോധിക്കാം. അന്തരീക്ഷ താപനില ഒരു ഘടകമാണ്. അതുപോലെ തന്നെ അന്തരീക്ഷ താപനിലയിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താപനിലയ്ക്ക് ശേഷം നമുക്ക് മർദ്ദം, അതുപോലെ തന്നെ മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാറ്റുകൾ, പിന്നെ ആർദ്രത, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിതൊരു ബേസിക് ക്ലാസ് എന്ന നിലയിൽ, ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ എടുക്കുക. ഇനി നമുക്ക് അന്തരീക്ഷ താപനില മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.